ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് നമ്മളിന്ന് വിശകലനം ചെയ്യുന്നത്. അതായത് നമ്മളുടെ ഇന്ത്യയിലെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സോഫ്റ്റ്വെയർ കമ്പനിയായിട്ടുള്ള ഇൻഫോസിസിൻ്റെ സ്ഥാപകരിൽ ഒരാളായിട്ടുള്ള നാരായണ മൂർത്തി കഴിഞ്ഞ വർഷം ഇന്ത്യയിലെ ഈ ജോലി സംസ്കാരത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, ഇന്ത്യയിലെ ചൈനയിലെ പോലുള്ള ഒരു തൊഴിൽ സംസ്കാരം നടപ്പിലാക്കുകയും ഏകദേശം ഒരാഴ്ച 70 മണിക്കൂറോളം ജോലിക്കാർ, അതായത് എല്ലാ സമസ്ത മേഖലകളിലുള്ള ജോലിക്കാരും വർക്കേഴ്സ് എംപ്ലോയീസ് എല്ലാവരും തന്നെ 70 മണിക്കൂറോളം ജോലി ചെയ്യണം എന്നൊരു പ്രസ്താവനയുമായിട്ട് അദ്ദേഹം വരികയും അത് വളരെ വിവാദം സൃഷ്ടിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം അർണാബ് ഗോസ്വാമിയുടെ റിപ്പബ്ലിക് ടി വിയിൽ നടത്തിയ ഒരു അഭിമുഖത്തിൽ ഇതേ പ്രസ്താവന അല്ലെങ്കിൽ ഇതേ ആവശ്യം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. അതായത് ചൈനയിലെ ഈ 996 മോഡൽ അല്ലെങ്കിൽ 996 കൾച്ചർ, വർക്ക് കൾച്ചർ എന്ന് പറയാം. എന്നുവെച്ചാൽ രാവിലെ 9 മണിക്ക് തുടങ്ങി വൈകുന്നേരം 9 മണി വരെ 12 മണിക്കൂർ, അങ്ങനെ 6 ദിവസം, ഒരു ദിവസം മാത്രം ഓഫ്. അപ്പം അങ്ങനെയുള്ളൊരു സംസ്കാരം, അത് ചൈന ഓൾറെഡി അതിനെ എന്താ പറയുന്നത്, അങ്ങനൊരു സംസ്കാരം വർക്ക് കൾച്ചറിനെ ഗ്രാജുവലി എടുത്ത് മാറ്റിയിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. പൂർണ്ണമായിട്ടും ആയിരിക്കത്തില്ല, കാരണം ഇപ്പോഴും ചൈനയിലും വളരെ വ്യാപകമായിട്ടുള്ള മാനുഫാക്ചറിങ്, ചെറുതും വലുതുമായിട്ട് ഇടത്തരങ്ങളായിട്ടുള്ള ഒത്തിരി മാനുഫാക്ചറിങ് നടക്കുന്നുണ്ട്. അപ്പം ഈ പറഞ്ഞ ഫാക്ടറികളിലൊക്കെ തന്നെ തീർച്ചയായിട്ടും ഈ പറഞ്ഞ എന്താണ് പറയുന്നത്, അൺസ്കിൽഡ് ആയിട്ടും സെമി സ്കിൽഡ് ആയിട്ടും ഒക്കെയുള്ള എംപ്ലോയീസിനെയൊക്കെ വെച്ച് നടത്തുന്ന ഒത്തിരി ഫാക്ടറികളുണ്ട് പല വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ. അപ്പോൾ അവിടെല്ലാം ഇതുപോലുള്ള ഒരു വർക്ക് കൾച്ചർ ഇപ്പോഴും അവിടെ ഒരുപക്ഷെ തുടർന്നുണ്ടായിരിക്കാം. എന്നാലും പൊതുവെ ചൈന ഈ ഒരു വർക്ക് കൾച്ചറിനെ ഔട്ട്മോഡായിട്ടുള്ള അല്ലെങ്കിൽ കാലഹരണപ്പെട്ടു എന്നുള്ള രീതിയിൽ ചൈന ഇതിനെ എന്താണ് പറയുന്നത്, എടുത്ത് മാറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ ചൈന ഇതിനെ എലിമിനേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയുന്നത്. പക്ഷെ അങ്ങനെ ഒരു സംവിധാനം അല്ലെങ്കിൽ അങ്ങനെ ഒരു സംസ്കാരം, തൊഴിൽ സംസ്കാരം, വർക്ക് കൾച്ചർ ഇന്ത്യയിൽ ഉണ്ടാകണം അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ് നാരായണമൂർത്തി പറയുന്നത്. അപ്പോൾ ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ഇൻ്റർവ്യൂവിന് ശേഷം വളരെ വ്യാപകമായിട്ടുള്ള ശക്തമായിട്ടുള്ള വാദപ്രതിവാദവും അല്ലെങ്കിൽ ഇതിനെ കൂടുതലും എതിർത്തുകൊണ്ടൊക്കെ തന്നെ ഒത്തിരി നമുക്ക് ഡിബേറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അർണാബ് ഗോസ്വാമിയുടെ റിപ്പബ്ലിക് ടി വിയിൽ ഇദ്ദേഹമായിട്ടൊരു ഇൻ്റർവ്യൂ ഉണ്ട്. ആ ഇൻ്റർവ്യൂവിലാണ് നമുക്ക് ഇദ്ദേഹം ഇങ്ങനൊരു, അതായത് ഇന്ത്യയിലെ യുവജനങ്ങൾ തൊഴിൽ എടുക്കുന്ന അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനൊരു സംസ്കാരത്തെ തീർച്ചയായിട്ടും സ്വീകരിക്കണം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. എന്ന് വെച്ചാൽ രാജ്യത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള വളർച്ചയ്ക്ക് പിന്നെ എന്താണ് പറയുന്നത്, അത് വളർച്ചയെ ശക്തിപ്പെടുത്താനും നമ്മുടെ പ്രൊഡക്ടിവിറ്റി, ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാനും ഒക്കെ ഈ 996, മറ്റുള്ള സ്വർണത്തിൻ്റെ കാര്യം തന്നെ നമ്മൾ ഈ 996 വർക്ക് കൾച്ചർ ഇന്ത്യയിലും അത് ഉണ്ടാകണം അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കണം. അത് അങ്ങനെയുള്ള മനോഭാവം തൊഴിൽ ചെയ്യുന്ന ആൾക്കാരിലെ യുവജനങ്ങൾ ഉണ്ടാകണം എന്നാണ് പറയുന്നത്. ആഴ്ചയിൽ, അതായത് നേരത്തെ കഴിഞ്ഞ വർഷം 70 മണിക്കൂറിൻ്റെ കാര്യമായിരുന്നു പറഞ്ഞത്, ഇപ്പോൾ 72 മണിക്കൂറിൻ്റെ കാര്യമാണ് പറഞ്ഞത് ആഴ്ചയിൽ. അതായത് 6 ദിവസം 12 മണിക്കൂർ വെച്ച് 12 6 72 മണിക്കൂർ ജോലി ചെയ്യണമെന്ന ആണ് ഇദ്ദേഹം ആവശ്യപ്പെടുന്നത്. ഇൻഫോസിസിൻ്റെ സ്ഥാപകരിൽ ഒരാളാണ്. അപ്പോൾ അത് പുതിയൊരു വിവാദത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. എന്നുവെച്ചാൽ കഠിനാധ്വാനത്തിനായിട്ട്, എന്നുവെച്ചാൽ അത് ശരിയാണ്, കാരണം ചൈനയിൽ ഇങ്ങനെ ഒരു കൾച്ചർ നിലനിൽപ്പുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. പൂർണ്ണമായിട്ടും ഇല്ലെങ്കിലും ഒരുപക്ഷെ ഭാഗികമായിട്ടെങ്കിലും ഉണ്ട്. കാരണം ചൈന ഈ പറഞ്ഞ നേടിയെടുത്ത സാമ്പത്തിക മേഖലകളിലെ ഈ പറഞ്ഞ വലിയ നേട്ടം ഈ തൊഴിലാളികളെ ഇങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്ലോയിറ്റ് ചെയ്തത് തന്നെയാണ്, ചൂഷണം ചെയ്തത് തന്നെയാണ്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ കഠിനാധ്വാനത്തിനായിട്ട് ചൈനീസ് കമ്പനികൾ നേരത്തെ പിന്തുടർന്ന ഈ പറഞ്ഞ 996 തൊഴിൽ സംസ്കാരം ആണ് ഇദ്ദേഹം ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാട്ടി. അതുപോലെ സോഷ്യൽ മീഡിയയിൽ വൻ പ്രതിഷേധങ്ങൾ ഇദ്ദേഹത്തിനെതിരെ ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇദ്ദേഹം ഈ പറഞ്ഞ സമാനമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നടത്തിയപ്പോൾ വളരെ വ്യാപകമായിട്ടുള്ള വിമർശനങ്ങളും അല്ലെങ്കിൽ എതിർപ്പും പ്രതിഷേധവും ഒക്കെ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടാകും. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 9 വരെ ആഴ്ചയിൽ 6 ദിവസമാണ് 996 വർക്ക് കൾച്ചർ എന്ന് പറയുന്നത്. അതായത് 72 മണിക്കൂർ ജോലി. അപ്പം ഇത് ഇന്ത്യയിലെ യുവജനങ്ങൾ അല്ലെങ്കിൽ തൊഴിൽ ചെയ്യുന്ന ആൾക്കാർ, തൊഴിലിടങ്ങളിലുള്ള എല്ലാ ആൾക്കാരും എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെ തട്ടിൽ മുതൽ ഏറ്റവും മുകളിലത്തെ തട്ടിലുള്ള എല്ലാ തരം ജോലി ചെയ്യുന്ന ആൾക്കാരും ഈ ഒരു വർക്ക് കൾച്ചർ പിന്തുടരണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നത് ആദ്യം ജീവിതം ഉണ്ടാക്കിയെടുക്കുക, പിന്നെ വർക്ക് ലൈഫ് ബാലൻസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ രാജ്യത്തിന് ഇനിയും ഒത്തിരി, ശരിയാണ്, നമുക്ക് ഒത്തിരി നേട്ടങ്ങൾ കൈവരിക്കാനുണ്ട്. അതിനുവേണ്ടി യുവജനങ്ങൾ അവരുടെ ജീവിതം കട്ടപ്പുകയാക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്.
അപ്പം ഇതിനു വേണ്ടി ഈ പറഞ്ഞൊരു 12 മണിക്കൂർ ഒരു ദിവസം വെച്ച് 6 ദിവസം കഠിനാധ്വാനം ചെയ്യുകയും തീർച്ചയായിട്ടും രാജ്യത്തിൻ്റെ സാമ്പത്തിക വികസനത്തിലെ യുവജനങ്ങൾ പങ്കാളികളായ ഇങ്ങനെ ചെയ്താൽ മാത്രമേ പങ്കാളികളാകത്തുള്ളൂ, അല്ലെങ്കിൽ തീർച്ചയായിട്ടും അതുകൊണ്ട് മാത്രമേ പ്രയോജനമുള്ളതെന്ന് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് നിങ്ങൾ ആദ്യം ഒരു ജീവിതം ഉണ്ടാക്കൂ, എന്നിട്ട് വർക്ക് ലൈഫ് ബാലൻസിനെ കുറിച്ചൊക്കെ ചിന്തിക്കാം എന്നാണ് പറയുന്നത്. കാരണം ഈ നമുക്കറിയാം തീർച്ചയായിട്ടും ചൈന ഇത്രയും സാമ്പത്തികമായിട്ട് വളർന്ന് എവിടെയായാലും ഏത് രാജ്യമായാലും സമ്പദ് മേഖലയിലുള്ള വളർച്ച എന്ന് പറഞ്ഞാൽ അവിടുത്തെ പിന്നെ തൊഴിലാളികളുടെ തീർച്ചയായിട്ടും തൊഴിലാളികൾ ജോലി ചെയ്താലേ പറ്റത്തുള്ളൂ, ഒന്നാമത്തെ കാര്യം. പക്ഷേ തൊഴിലാളികളെ അമിതമായിട്ട് ചൂഷണം ചെയ്ത് അവരെ ഈ പറഞ്ഞ രീതിയിൽ ഞെക്കിപ്പിഴിഞ്ഞാൽ മാത്രം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. അതിപ്പം നമ്മുടെ ഇന്ത്യയിലെ IT സെക്ടറിലായാലും എല്ലാം അങ്ങനെ തന്നെ. കാരണം ഇദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ഇൻഫോസിസ് കമ്പനി ആയാലും അതിന് സമാനമായിട്ടുള്ള മറ്റ് ഇപ്പം വിപ്രോ ആയാലും ടാറ്റ ആയാലും എല്ലാ ഇടങ്ങളിലും ഇതുപോലെ എംപ്ലോയീസിനെ തൊഴിലാളികളെ വളരെ നിശബ്ദമായിട്ടെന്ന് നമ്മൾ പറയുന്നത് അത് നമുക്ക് പ്രത്യക്ഷത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കത്തില്ലായിരിക്കും. കാണുമ്പോൾ നല്ല ജോബൊക്കെയാണ്, വളരെ ഓഫീസിലും AC റൂമിലും ഒക്കെ ഇരുന്ന് ചെയ്യുന്ന ജോലിയാണെങ്കിൽ തന്നെയും വളരെ നിശബ്ദമായിട്ടുള്ള ചൂഷണത്തിന് വിധേയമാക്കിക്കൊണ്ട് മാത്രമാണ് ഈ കമ്പനികളൊക്കെ വളർന്നതും ഈ കമ്പനികളൊക്കെ വൻതോതിലുള്ള എന്താണ് പറയുന്നത് ആം, ഈ കമ്പനിയുടെ ഉടമകളൊക്കെ തന്നെ ബില്യനേഴ്സും ഒക്കെ ആയിത്തീർന്നു ഒക്കെ തന്നെ അതുകൊണ്ട് തന്നെയാണ്. തീർച്ചയായിട്ടും ഹാർഡ് വർക്ക് ഉണ്ടില്ലെന്ന് പറയുന്നില്ല, എന്നാലും അദ്ദേഹം പറയുന്നത് ഇങ്ങനൊരു സംസ്കാരം നമ്മളിവിടെ ഇന്ത്യയിൽ ഉണ്ടാക്കിയെടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി മോഡി ഒരാഴ്ച 100 മണിക്കൂർ അല്ലെങ്കിൽ 100 മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യുന്നുണ്ട്. അത് ഇന്ത്യയിലെ യുവജനങ്ങൾ മാതൃകയാക്കണം എന്നാണ് പറയുന്നത്. മോഡിയുടെ ലൈഫും ഇവിടുത്തെ ജോലി എടുക്കുന്ന ആൾക്കാരുടെ ലൈഫും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും മോഡി ഒരു രാജ്യത്തിൻ്റെ സുപ്രീമോ ആയതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരുപക്ഷെ 100 മണിക്കൂറോ അല്ലെങ്കിൽ മോഡി എന്ന് മാത്രമല്ല ലോകത്തിലെ എല്ലാ ഹെഡ് ഓഫ് സ്റ്റേറ്റും നന്നായിട്ട് പണിയെടുക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ അവർക്ക് അത് ഭരിക്കാൻ പറ്റത്തില്ല. ഏത് രാജ്യത്തിൻ്റെ ഹെഡ് ഓഫ് സ്റ്റേറ്റ് ആയാലും നന്നായിട്ട് പണിയെടുത്താൽ മാത്രമേ അവർക്ക് ആ സ്ഥാനത്ത് ഇരിക്കാനും തുടരാനും ഒക്കെ കഴിയത്തുള്ളൂ. മനസ്സിലല്ലോ. അപ്പം അത് മോഡി മാത്രമല്ല, ഇപ്പം അമേരിക്കൻ പ്രസിഡന്റിന് തീർച്ചയായിട്ടും ഈ ഇത്രയും മണിക്കൂർ ഒരാഴ്ച തീർച്ചയായിട്ടും അദ്ദേഹത്തിനും ലോകത്തിൻ്റെ മൊത്തവും ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ അമേരിക്കൻ പ്രസിഡന്റിനുള്ളപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യൻ പ്രസിഡന്റിന് 100 മണിക്കൂർ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റും മോറോർലെസ് അത്രയൊക്കെ ജോലി ചെയ്തേ പറ്റത്തുള്ളൂ. തീർച്ചയായിട്ടും നമുക്കറിയാവുന്നല്ലോ. ഈവൻ പാകിസ്ഥാന്റെ തലപ്പത്തിരിക്കുന്ന പ്രധാനമന്ത്രിയായാലും പ്രസിഡന്റ് ആയാലും അല്ലെങ്കിൽ അവരുടെ മിലിറ്ററി ലീഡറായിട്ടുള്ള അവരുടെ ആർമി ചീഫിനായാലും ഒക്കെ തന്നെ ഈ തീർച്ചയായിട്ടും ഇത്രയും ഒരു രാജ്യത്തിന്റെ തലവൻ എന്ന നിലയിൽ തീർച്ചയായിട്ടും ഇത്രയും മണിക്കൂർ അല്ലെങ്കിൽ ഇത്രയും മണിക്കൂറിൽ കൂടുതൽ അവർക്ക് ഈ പറഞ്ഞ സ്ഥാനത്തിരുന്നവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും മോഡിയുടെ മാത്രം ഒരു വിഷയമല്ല, എല്ലാ ഹെഡ് ഓഫ് സ്റ്റേറ്റും അങ്ങനെ തന്നെയാണ്. ഏത് രാജ്യത്തിൻ്റെയും ഹെഡ് ഓഫ് സ്റ്റേറ്റ്. ഇപ്പം നമുക്കറിയാം യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന പുടിനൊക്കെ കഴിഞ്ഞ രണ്ട് അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ നെതന്യാഹു ഇങ്ങനെയുള്ള ലീഡേഴ്സിനൊക്കെ അവർക്ക് ഉറക്കമുണ്ടോ എന്ന് നമുക്കറിയത്തില്ല, മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും മോഡി മാത്രമല്ല ലോകത്തിലുള്ള നേതാക്കളെല്ലാം തന്നെ വളരെ കഠിനാധ്വാനം ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞ 100 മണിക്കൂർ അല്ലെങ്കിൽ 100 മണിക്കൂർ കൂടുതൽ അവർ ജോലി ചെയ്യുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രാജ്യത്തിൻ്റെ വളർച്ച തീർച്ചയായിട്ടും അവിടെ തൊഴിൽ ചെയ്യുന്ന ആൾക്കാരുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണെന്നുള്ളത് സംശയമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക നില മെച്ചപ്പെടുത്താൻ അല്ലെങ്കിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ കൂടുതൽ വളർച്ച ഉണ്ടാക്കുവാൻ അദ്ദേഹം പറയുന്നത് യുവജനങ്ങൾ ഇതേ ഒരു തൊഴിൽ സംസ്കാരം അവരുണ്ടാക്കിയെടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞൊരു കാര്യം അദ്ദേഹം എങ്ങനെയാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക് വന്നെത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കുടുംബ നിക്ഷേപ സ്ഥാപനമായ കെറ്റാമരൻ എന്ന് പറയുന്നൊരു സ്ഥാപനമുണ്ട്. അപ്പോൾ അത് ചൈനയിൽ പോയിട്ട് പല നഗരങ്ങളിലൊക്കെ ചെന്നിട്ട് തൊഴിൽ സാഹചര്യങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്തുകയും അങ്ങനെ പഠനങ്ങൾ നടത്താൻ വേണ്ടി ഉദ്യോഗസ്ഥരെ അയക്കുക, ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ അല്ലെങ്കിൽ നിരീക്ഷണത്തിൽ നിന്നാണ് അദ്ദേഹം ഈ ഒരു പ്രസ്താവന ഇപ്പോൾ ഈ ഇന്റർവ്യൂവിൽ കൂടെ അദ്ദേഹം എക്സ്പ്രസ് ചെയ്തതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു മോഡൽ ചൈന എന്തുകൊണ്ടിങ്ങനെ സാമ്പത്തികമായിട്ട് അത്ഭുതകരമായിട്ടുള്ള രീതിയിലുള്ള ഈ വളർച്ച കൈവരിച്ചു എന്നുള്ളതിനൊരു എന്താ പറയുക, ഒരു റെസിപ്പി ഉണ്ടാവുമായിരിക്കും, ഒരു സീക്രട്ട് കോഡ് ഉണ്ടായിരിക്കും. സീക്രട്ട് കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു കാരണം ഉണ്ടാവുമായിരിക്കും തീർച്ചയായിട്ടും. നല്ല ഇപ്പം ജപ്പാൻ നമുക്കറിയാം, ജപ്പാൻ സാമ്പത്തികമായിട്ടൊക്കെ ഒരു കാലത്ത് ഇപ്പോഴും പ്രത്യേകിച്ച് 70കളിലും 80കളിലും ഒക്കെ വളരെ അമേരിക്കയ്ക്ക് വെല്ലുവിളിയായിട്ട് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് ജപ്പാൻ എന്ന് പറഞ്ഞിട്ട്. ടെക്നോളജിക്കലി ഒക്കെ തന്നെ വളരെ മുൻപന്തിയിൽ ഇപ്പോഴും നിൽക്കുന്ന രാജ്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടുത്തെ ജനങ്ങൾ വളരെയധികം
ഈ പറഞ്ഞ രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെയാണ് തീർച്ചയായിട്ടും രാജ്യത്തിന്, ഈവൻ സൗത്ത് കൊറിയ അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ തന്നെ, അമേരിക്ക ആയാലും ഏത് രാജ്യമായാലും ശക്തി പ്രാപിക്കണമെങ്കിൽ തീർച്ചയായിട്ടും തൊഴിലിടങ്ങളിലുള്ള തൊഴിലാളികൾ, അതൊക്കെ ഏത് തൊഴിലാളികളായാലും ശരി, ഇപ്പം ഏറ്റവും എന്താണ് പറയുന്നത്, അൺസ്കിൽഡ് ആയാലും ലോ സ്കിൽഡ് ആയാലും സെമി സ്കിൽഡ് ആയാലും ഹൈലി സ്കിൽഡ് ആയാലും ഏത് മേഖലയിലുള്ള തൊഴിലാളികളായാലും ശരി, തൊഴിലാളികളും ആ തൊഴിലാളികൾ ഉൾപ്പെടുന്ന ബിസിനസ്സുകളും കമ്പനികളും ഒക്കെ തന്നെ ഫാക്ടറികളും ഒക്കെ തന്നെ ഇതുപോലെ കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ ഉൽപാദനക്ഷമത കൂട്ടുവാനും ആ ഉൽപാദനക്ഷമത രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ. അതൊക്കെ കറക്റ്റ് തന്നെയാണ്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇത് രാജ്യവ്യാപകമായിട്ട് വളരെ കടുത്ത പ്രതിഷേധങ്ങൾ ഉണ്ടാക്കിയെടുത്തതിന്റെ കാരണം നമുക്കറിയാം, ഇന്ത്യക്കാർക്ക് അങ്ങനെ ഒരു സംസ്കാരമില്ല എന്നുള്ളത്. 12 മണിക്കൂർ ജോലി ചെയ്യാൻ ഇന്ത്യക്കാരെ കൊണ്ട് കഴിയത്തില്ല. ചില ഇടങ്ങളിലൊക്കെ ഉണ്ടാകാം, ഇല്ലെന്ന് നമുക്ക് പറയത്തില്ല. 10 മണിക്കൂർ അല്ലെങ്കിൽ അതുപോലൊക്കെ ജോലി ചെയ്യേണ്ട അവസ്ഥകൾ പലയിടത്തും ഉണ്ടാകും. പക്ഷെ അതിനെ ഒരു ജനറൽ ആയിട്ടുള്ളൊരു രാജ്യത്തിന്റെ കൾച്ചറായിട്ട് അതിനെ ഗവൺമെന്റിന്റെ ഒരു പോളിസിയിൽ കൂടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലേബർ പോളിസിയിൽ കൂടോ ഒന്നും അതിനെ ഇതിനെ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം ഒരു വശത്തുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ ചൈന ഇത് നിരോധിച്ചാണ് ഈ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ചൈന 1979 അവരുടെ സമ്പദ് വ്യവസ്ഥയെ പിന്നെ ഓപ്പൺ അപ്പ് ചെയ്ത് ഡെങ് ഷിയോപ്പിന്റെ സമയം മുതൽ അവര് സാമ്പത്തിക ഉദാരവൽക്കരണം ഒക്കെ തുടങ്ങി, അല്ലെങ്കിൽ പ്രൈവറ്റൈസേഷൻ തുടങ്ങിയതിനു ശേഷം ആ രാജ്യത്ത് വളരെ ശക്തമായ രീതിയിൽ, വളരെ വ്യാപകമായ രീതിയിൽ ഈ ഒരു കൾച്ചർ അവര് പിന്നെ എന്താണ് പറയുന്നത് പരീക്ഷിക്കുകയും അത് വളരെ വിജയകരമായിട്ട് അവരുടെ രാജ്യത്തിന് അതിനെ പ്രയോജനകരമാക്കി മാറ്റിയെടുക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളത് ഒരു വസ്തുതയാണ്. പക്ഷേ അവർ ഗ്രാജ്വലി ഒരു സമയം കഴിയുമ്പോൾ ഇത് ഏതൊരു സിസ്റ്റം ആയാലും സംവിധാനമായാലും നയമായാലും അതിനെ അതുപോലെ തന്നെ നമുക്ക് പിന്തുടർന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. കാരണം മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് ഉള്ള മാറ്റങ്ങൾ സമൂഹത്തിലും രാജ്യത്തിലും എല്ലാം ഉണ്ടാകും. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ചൈന പക്ഷേ ഈ ഒരു പിന്നെ വർക്ക് കൾച്ചറുമായിട്ട് മുന്നോട്ട് പോകുവാൻ. കാരണം ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ പറഞ്ഞാൽ ജനങ്ങൾ അത്രയും എഡ്യൂക്കേറ്റഡ് അല്ലായിരുന്നു. ചൈന ഇത്രയും ഒരു ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യമായിട്ട് മാറിയിട്ടില്ലായിരുന്നു. എഡ്യൂക്കേറ്റഡ് ഉള്ള പോപ്പുലേഷൻ കുറവായിരുന്നായിരിക്കാം. അന്നൊക്കെ തുടക്കകാലത്തും ചൈന സാമ്പത്തികമായിട്ട് വളർന്നു വരുന്ന കാലഘട്ടത്തിലൊക്കെ അവിടുത്തെ പോപ്പുലേഷൻ ജനങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ മിതമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും താഴ്ന്ന നിലവാരത്തിലുള്ള എഡ്യൂക്കേഷൻ ഉള്ള ആൾക്കാരായിരിക്കും. അവർക്കൊക്കെ ഫാക്ടറിയിൽ അടിമകളെ പോലെ ഇത്രയും മണിക്കൂർ പണി ചെയ്യാൻ അവർക്ക് പിന്നെ പ്രശ്നം ഉണ്ടാകത്തില്ല. കാരണം അവർക്ക് ലോകത്തിനെ കുറിച്ച് അറിവ് കാണത്തില്ല, അവരുടെ അവകാശങ്ങളെ കുറിച്ച് അറിവ് കാണത്തില്ല. പക്ഷേ ഇപ്പോൾ അവിടുത്തെ പോപ്പുലേഷനൊക്കെ ഒത്തിരി നമുക്കറിയാം, ഒത്തിരി ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്. ചൈന വളരെ മുൻപന്തിയിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും മോഡേൺ ജനറേഷനെ ഇങ്ങനെ ഇതുപോലുള്ള ഈ ലേബർ പോളിസി വെച്ചിട്ട് ചൂഷണം ചെയ്യുവാൻ ഒരുപക്ഷെ അവർ അനുവദിക്കാനുള്ള സാധ്യത കുറവാണ്. അതല്ല, ചൈന ഒത്തിരി അഡ്വാൻസ്ഡ് ആയി പഴയ ഒരു ഫാക്ടറി സിസ്റ്റത്തിൽ നിന്നൊക്കെ ഒത്തിരി അഡ്വാൻസ്ഡ് ആയിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും ചൈന ഒരു പക്ഷേ ഇതൊരു ഔട്ട് മോൾഡ് ആയിട്ടുള്ളൊരു വർക്ക് കൾച്ചർ എന്നുള്ള രീതിയിൽ ഒരു പക്ഷേ ഇതിനെ നിരോധിക്കുകയോ അല്ലെങ്കിൽ എടുത്തു കളയുകയൊക്കെ ചെയ്തു. നമുക്കറിയാം, അവരുടെ അലൈബാബയുടെ പിന്നെ സ്ഥാപകനും അല്ലെങ്കിൽ ഓണറുമായിട്ടുള്ള ജാക്മ തന്നെ ഈ ഒരു വർക്ക് കൾച്ചറിനെ എൻഡോസ് ചെയ്തിട്ടുണ്ട്. ഏത് ഈ പറഞ്ഞ 996 വർക്ക് കൾച്ചറിനെ ഈ പറഞ്ഞ ജാക്മായും അതിനെ നല്ലൊരു സംസ്കാരമാണെന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഈ 996 അത് യുവജനങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയൊരു ഭാഗ്യമാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇത് നമുക്കറിയാം, ഇത്രയും മണിക്കൂറൊക്കെ ഒരു വ്യക്തി അല്ലെങ്കിൽ ആൾക്കാർ ജോലി ചെയ്യുക, അവരുടെ ജീവിതത്തിന്റെ ഒരു ദിവസത്തെ നല്ല സമയവും ഫാക്ടറിയിൽ അല്ലെങ്കിൽ തൊഴിലിടങ്ങളിൽ അവർ ചിലവാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മറ്റെല്ലാം നഷ്ടപ്പെടും. തീർച്ചയായിട്ടും അവർക്ക് അവരുടെ ജീവിതത്തിൽ മറ്റ് പല കാര്യങ്ങളും നഷ്ടപ്പെടും. ഫാമിലി ഇല്ല, മറ്റ് ലൈഫില്ല. അതിനെല്ല കടുത്ത മാനസിക സമ്മർദ്ദം, ശാരീരിക ബുദ്ധിമുട്ടുകൾ, ഒത്തിരി അസുഖങ്ങൾ, ഉറക്കമില്ലായ്മ, അമിത ജോലിഭാരം മൂലമുള്ള മരണം, ഇതൊക്കെ നമ്മൾ കാണുന്നില്ല. ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ഡാർക്ക് സൈഡ്, ഇതിൻ്റെ ഒരു ഡാർക്ക് ഇരുണ്ട വശങ്ങളോട് തീർച്ചയായിട്ടും ഉണ്ടല്ലോ. ഫ്ലിപ്പ് സൈഡ് നമ്മൾ പറയും, ഒരു മറുവശം തീർച്ചയായിട്ടും ഉണ്ടാകും. പ്രയോജനം ഉണ്ടായിട്ടുണ്ട്, രാജ്യത്ത് സാമ്പത്തിക വളർച്ച ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എത്ര ജനങ്ങളുടെ ജീവൻ സാക്രിഫൈസ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു വളർച്ച കൈവരിച്ചിട്ടുള്ളത് എന്നുള്ള ഒരു മറുവശം കൂടെ അതിനുണ്ട് തീർച്ചയായിട്ടും. അപ്പം അതുകൊണ്ട് ചൈനയിൽ പിന്നെ ഇത് വലിയൊരു പ്രശ്നം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കി വെച്ചത് മൂലം, അല്ലെങ്കിൽ ഈ ഒരു വർക്ക് കൾച്ചർ കാരണമാകുന്നു എന്ന് വളരെ വ്യാപകമായിട്ട് ചർച്ച ചെയ്യപ്പെടുകയും വിമർശിക്കപ്പെടുകയും ചെയ്തതനുസരിച്ച് 2021 ചൈനയിലെ സുപ്രീം പീപ്പിൾസ് കോർട്ട്, നമ്മുടെ സുപ്രീം കോർട്ട് എന്ന് പറയുന്ന സാധനം, ഈ പറഞ്ഞ വർക്ക് കൾച്ചറിനെ നിയമലംഘനമായിട്ട് അവർ
ലേബൽ ചെയ്യുകയും അത് നിയമവിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിനുശേഷം അത് തീർച്ചയായിട്ടും ചൈന പിന്നെ വളരെ കർക്കശമായിട്ട് ആ ഒരു നിയമം പിന്തുടരുന്നില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പൊ ഈ ചൈനയിൽ പോലും, ഇത്രയും കമ്മ്യൂണിസ്റ്റ് ഭരണമുള്ള ചൈനയിൽ പോലും, ഈ വളരെ ഇൻഹ്യൂമനായിട്ടുള്ള, മനുഷ്യത്വപരമല്ലാത്ത ഈ ഒരു വർക്ക് കൾച്ചർ നിരോധിച്ചപ്പോൾ, അല്ലെങ്കിൽ നിരോധിച്ചിട്ടും, ഇന്ത്യയിൽ ഇത് വളരെ ഇതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വർക്കേഴ്സിനെ അല്ലെങ്കിൽ ലേബേഴ്സിനെ, തൊഴിലാളികളെ പരമാവധി ചൂഷണം ചെയ്ത് മുതലാളി എന്ന് പറയുന്ന വ്യക്തിക്ക് പരമാവധി സമ്പത്തുണ്ടാക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് ചൈന വളർന്നതും ചൈനയിലെ ഈ പറഞ്ഞ മുതലാളിത്തം വളരെ ശക്തി പ്രാപിച്ചതൊക്കെ തന്നെ. അവിടെ ലേബർ റൈറ്റ് ഇല്ല, തൊഴിലാളിക്ക് സ്വാതന്ത്ര്യമില്ല, മറ്റു രീതിയിലുള്ള യാതൊരു, എന്താ പറയുന്നത്, ആനുകൂല്യങ്ങൾ ആനുകൂല്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ ജോലി ചെയ്യുമ്പോൾ അവർക്ക് ശമ്പളം കിട്ടുന്നുണ്ട്. പക്ഷെ ഈ ഈ പറഞ്ഞ ശാരീരികവും മാനസികമായിട്ടുള്ള ഒത്തിരി ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ അവർ നേരിട്ടുണ്ട് എന്നാണ് ഈ ഒരു വർക്ക് കൾച്ചറിൽ കൂടെ അവർ കടന്നു പോയിട്ടുള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ ഇത് വളരെ എക്സ്പ്ലോയിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ചൂഷണപരമായിട്ടുള്ള ഒരു തൊഴിൽ സംസ്കാരമാണ്. അപ്പൊ ഈ സംസ്കാരത്തെ അല്ലെങ്കിൽ ഈ ഒരു സംവിധാനത്തെ മഹത്വവൽക്കരിക്കുന്ന നിലപാടെടുത്ത ഈ പറഞ്ഞ നാരായണമൂർത്തിക്കെതിരെ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ തൊഴിൽ മേഖലയിലും ഒക്കെ തന്നെ വളരെ ശക്തമായിട്ടുള്ള വിമർശനങ്ങളും അതുപോലെ തന്നെ എതിർപ്പുകളും ഒക്കെ തന്നെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം അദ്ദേഹം പറഞ്ഞപ്പോഴും ഇത് തന്നെയായിരുന്നു ഇന്ത്യയിലെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇന്ത്യയിലെ നമുക്കറിയാം, ഇവിടെ ഒത്തിരി ഓവർ ടൈം ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ കമ്പനികളൊന്നും കൃത്യമായിട്ട് ഓവർ ടൈം കൊടുക്കുന്ന ഒരു സംസ്കാരം നമുക്കിവിടെ ഇല്ല, അല്ലെങ്കിൽ അവസ്ഥ നമുക്കിവിടെ ഇല്ലെന്ന് അറിയാം. അവിടെ മണിക്കൂറിന് ശമ്പളം നൽകാൻ കമ്പനികൾ തയ്യാറായാൽ ജീവനക്കാർ 72 മണിക്കൂറോ അല്ലെങ്കിൽ അത് കൂടുതലൊക്കെ പണി ചെയ്യാൻ തയ്യാറാകും എന്ന് ഒരു വിഭാഗം പറയുന്നുണ്ട്. കാരണം സ്റ്റാൻഡേർഡ് വർക്കിംഗ് ടൈം തന്നെ 8 മണിക്കൂറാണ്. 8 മണിക്കൂർ എല്ലായിടവും, 8 മണിക്കൂറിൽ കൂടുതൽ സ്വാഭാവികമായിട്ടും ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ തന്നെ ഉണ്ട് എല്ലായിടവും. അപ്പം നമുക്കറിയാം, പലയിടത്തും നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് 8 മണിക്കൂർ ജോലി ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പോൾ 9 മണിക്കൂറൊക്കെ നമുക്ക് ചിലപ്പോൾ ജോലി ചെയ്യേണ്ടി വരും നമുക്ക്, അല്ലെ 8.5 മണിക്കൂർ 9 മണിക്കൂറൊക്കെ നമുക്ക് ജോലി ചെയ്യേണ്ടി വരും. എന്നാലും ഫാക്ടറികളിലൊക്കെ ആണല്ലോ കൂടുതൽ ഓവർ ടൈം, അല്ലെങ്കിൽ മാനുഫാക്ചറിങ് അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെയുള്ള ഓവർ ടൈം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഓവർ ടൈം ചെയ്തിട്ടും ആ കമ്പനികൾ ഓവർ ടൈമിന് യാതൊരു പിന്നെ പ്രതിഫലവും തൊഴിലാളികൾക്ക് കൊടുക്കാറില്ല. മണിക്കൂറിനനുസരിച്ച് ഏഹ്, ചെയ്യുന്ന ജോലി മണിക്കൂറിനെ അടിസ്ഥാനപ്പെടുത്തി ആണ് വേതനം നിശ്ചയിക്കപ്പെടുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് കൊടുക്കുവാൻ ഏഹ്, തൊഴിലിടങ്ങളിലെ പിന്നെ തൊഴിലുടമകൾ അതിന് തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും തൊഴിലാളികൾ 72 മണിക്കൂറോ 70 മണിക്കൂറോ ഒക്കെ ജോലി ചെയ്യാൻ തയ്യാറാണ് എന്നാണ് പൊതുവെയുള്ള നമ്മുടെ ഒരു അഭിപ്രായം. തൊഴിലിടങ്ങളിൽ നിന്നുള്ള അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തു നിന്നുള്ള പല ഈ പറഞ്ഞ വിമർശനങ്ങൾ ഇദ്ദേഹത്തിനെതിരെ പറയുമ്പോഴും അതിനൊരു മറുവശമായിട്ട് അവർ പറയുന്നത് അത് തന്നെയാണ്. അപ്പൊ 72 മണിക്കൂർ ജോലി ചെയ്യൂ എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ശമ്പളവും അടിസ്ഥാന സൗകര്യങ്ങളും ഉറപ്പാക്കാനും സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം തന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത് കറക്റ്റാണ്. തൊഴിൽ ചെയ്യണമെന്ന് പറയാം, കാരണം അദ്ദേഹം മുതലാളിയാണ്, അദ്ദേഹത്തിൻ്റെ ആവശ്യമാണ് പിന്നെ തൊഴിലാളികൾ പരമാവധി കൂടുതൽ മണിക്കൂറുകൾ ജോലി ചെയ്യുക എന്നുള്ളത് മുതലാളിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആവശ്യമാണ്. പക്ഷേ ഈ തൊഴിൽ ചെയ്യുന്ന ആൾക്കാർക്ക് കൃത്യമായിട്ടുള്ള വേതനവും അല്ലെങ്കിൽ നല്ല വേതനവും ഓവർ ടൈമിന് കൃത്യമായിട്ടുള്ള പ്രതിഫലവും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ കമ്പനികളിൽ അല്ലെങ്കിൽ ഫാക്ടറികളിൽ തൊഴിലാളികൾക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നൊക്കെ ഉള്ളത് തൊഴിൽ ദാതാവിൻ്റെ കൂടെ ഉത്തരവാദിത്തമാണ്. അത് നിർവഹിക്കാൻ തൊഴിൽ ദാതാക്കൾ അല്ലെങ്കിൽ എംപ്ലോയേഴ്സ് അല്ലെങ്കിൽ മുതലാളിമാർ എന്ന് പറയുന്ന വിഭാഗം, അത് ചെറുതായാലും വലുതായാലും, അവർ തയ്യാറാകണമെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് തൊഴിലാളികളും അല്ലെങ്കിൽ തൊഴിൽ ചെയ്യാൻ സന്നദ്ധരായിട്ട് മുന്നോട്ട് വരുന്ന ആൾക്കാർ ഇതിന് തയ്യാറാണ്. അപ്പോൾ ഈ കഠിനാധ്വാനമൊക്കെ പറയാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ഇത് ആൾക്കാരിൽ ഉണ്ടാക്കുന്ന വളരെ രൂക്ഷമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും പലരും ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും അദ്ദേഹം ചർച്ച ചെയ്യാതെയാണ് 72 മണിക്കൂർ ജോലി ചെയ്ത് രാജ്യത്തെ വികസിപ്പിക്കുമെന്ന് അദ്ദേഹം പറയുന്നത്. അപ്പോൾ യൂറോപ്പിൽ രാവിലെ 10 മുതൽ 5 വരെ 5 ദിവസം മാത്രം ജോലി. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു കൾച്ചർ യൂറോപ്പിലൊക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് അവിടെ തീർച്ചയായിട്ടും ലൈഫിനെ കൂടുതൽ എൻജോയ് ചെയ്യാനും അതുപോലെ തന്നെ ഈ അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ കൃത്യമായിട്ടുള്ള ലേബർ റൈറ്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ നമുക്കറിയാം, യൂറോപ്പിലെ പല രാജ്യങ്ങളും വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു സംസ്കാരം, ഈ 996 സംസ്കാരം ഇല്ലാഞ്ഞിട്ടും ആ രാജ്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ അവരുടെ പിന്നെ ലേബർ കൾച്ചറും അല്ലെങ്കിൽ തൊഴിലിടങ്ങളും ഒക്കെ തന്നെ വളരെ കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അവിടുത്തെ ജനങ്ങൾ
ലൈഫ് പൂർണ്ണമായിട്ടും എൻജോയ് ചെയ്യാനൊക്കെയുള്ള അവസരങ്ങളും സൗകര്യങ്ങളും ഉണ്ട്. അവർ ഡെവലപ്ഡ് ആയിട്ടുള്ള വികസിത രാജ്യങ്ങളുമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്തിലൊക്കെ ഒരു ട്രേഡ് ഓഫ് നമുക്ക് വളരെ അത്യാവശ്യമാണ്. പക്ഷേ ഇദ്ദേഹം പറയുന്നതിൻ്റെ ഒരു വശം എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ പോലുള്ള രാജ്യം തീർച്ചയായിട്ടും ഒരുപക്ഷെ ഇപ്പോൾ നമുക്ക് കഠിനാധ്വാനം ചെയ്യേണ്ട ഒരു സമയമാണ്. പഴയ പോലുള്ളൊരു സംസ്കാരത്തെ നമുക്ക് ഒരുപക്ഷെ ഇപ്പോഴും ഇനി മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് ഇന്ത്യയുടെ വളർച്ചയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമല്ല. രാജ്യം അല്പം കൂടെ വളർന്ന് അഡ്വാൻസ്ഡ് ആകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു സംസ്കാരത്തെ അല്ലെങ്കിൽ ഈ ഒരു സംവിധാനത്തെയൊക്കെ നമുക്ക് ഗ്രാജുവലി എലിമിനേറ്റ് ചെയ്യാം. കാരണം തീർച്ചയായിട്ടും ഉം, പൂർണ്ണമായിട്ടും ഇതിനെ നമുക്ക് എപ്പോഴും നമുക്ക് ഈ ഒരു ഇതുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല. ഇപ്പം ചൈനയിൽ വന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഓക്കെ, ഇതിൻ്റെ ഒരു സൈഡ് ഇതിൻ്റെ ജനങ്ങൾക്കിടയിൽ ഇത് ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റ് മാനസികമായിട്ടുള്ള വൈഷമ്യങ്ങളോ ഒക്കെ തന്നെയാണ്. എന്നിരുന്നാൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരുടെ സൊസൈറ്റി അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. ആ സൊസൈറ്റി അഡ്വാൻസ്ഡ് ആയതിൻ്റെയും കൂടെ ഒരു പിന്നെ ലക്ഷണമാണ് ഈ പറഞ്ഞ മാറ്റങ്ങൾ. നമുക്കറിയാം എപ്പോഴും ഒരേ പോളിസി അതുപോലെ തന്നെ ഉം, ദീർഘകാലം തുറന്നുകൊണ്ട് പോകാൻ സാധിക്കത്തില്ല എന്നുള്ളത്. കാരണം മാറ്റങ്ങൾ തീർച്ചയായിട്ടും സമൂഹത്തിലും രാജ്യത്തിലും ഉണ്ടാകുമ്പോൾ ആ മാറ്റങ്ങൾക്കനുസരിച്ച് ചൈന അന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ചൈനയ്ക്ക് അത് അത്യാവശ്യമായിരുന്നു. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ സാമ്പത്തികമായി ഒന്നുമായിട്ടില്ല. നമ്മൾ സമ്പദ് മേഖലയിൽ നമ്മൾ വളർച്ച ഉണ്ടെന്ന് പറഞ്ഞാലും മറ്റ് ലോകരാജ്യങ്ങളുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ ഒന്നുമായിട്ടില്ല തീർച്ചയായിട്ടും. അപ്പോൾ ആ വളർച്ചയ്ക്ക് ഉള്ളൊരു ആരംഭഘട്ടം എന്ന നിലയിൽ നമുക്ക് തീർച്ചയായിട്ടും ഇങ്ങനെ ഈ 996 കൾച്ചർ ഇല്ലെങ്കിൽ തന്നെ അല്പം കൂടെ നമ്മുടെ രാജ്യത്തിൻ്റെ ഉൽപാദനക്ഷമത കൂട്ടുന്ന രീതിയിലേക്ക് തീർച്ചയായിട്ടും നമ്മുടെ തൊഴിൽ സംസ്കാരങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാം എന്നാണ്. അത് ജനങ്ങളുടെ ജീവിതത്തെയും അവരുടെ ആരോഗ്യത്തെയും ഒക്കെ നശിപ്പിച്ചുകൊണ്ടാകരുത് എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം 70 മണിക്കൂർ ജോലിയാണെന്ന് അദ്ദേഹം പറഞ്ഞായിരുന്നു. അപ്പോൾ അന്ന് ഇത് വലിയൊരു ചർച്ചയ്ക്ക് ഇടയാക്കി ഇതുപോലുള്ള വിമർശനങ്ങളൊക്കെ അദ്ദേഹം നേരിടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ 72 മണിക്കൂറായിട്ട് അദ്ദേഹം ഈ ഇൻ്റർവ്യൂവിനകത്തിൽ ഇങ്ങനെ ഒരു പ്രസ്താവനയായിട്ട് വരികയും അത് നമുക്കറിയാം. തീർച്ചയായിട്ടും ഇന്ത്യക്കാർ അതിനെ എങ്ങനെ വെൽക്കം ചെയ്യുന്നുള്ള കാര്യം നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അപ്പം പ്രശ്നം ജോലി ചെയ്യുക എന്നുള്ളതല്ല, പക്ഷേ തിരിച്ച് അവർക്ക് തൊഴിൽ ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടുന്ന റിട്ടേൺ ആണ് പ്രശ്നം. ഓവർ ടൈം കിട്ടുന്നില്ല, കൃത്യമായിട്ടുള്ള വേതനമില്ല, സ്റ്റാൻഡേർഡ് ഫെയർ ആയിട്ടുള്ള വേജസ് ഇല്ല, അടിസ്ഥാന സൗകര്യങ്ങൾ ഒരിടത്തുമില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ചൂഷണം ചെയ്യാൻ വേണ്ടി മാത്രം ഈ ഒരു സംസ്കാരത്തെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ജനങ്ങൾക്ക് സ്വീകാര്യമല്ല എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവനയോട് രാജ്യവ്യാപകമായിട്ട് സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ മറ്റ് തൊഴിലിടങ്ങളിൽ നിന്നൊക്കെയുള്ള ഈ പറഞ്ഞ പ്രതിഷേധങ്ങളും എതിർപ്പുകളും വിമർശനങ്ങളും ഒക്കെ നമ്മൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എന്നാണ് പറയാൻ കഴിയുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞ് നമുക്ക് ഈ ടോപ്പിക്കോട് അവസാനിപ്പിക്കാം. മറ്റ് ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.